സുഗമോദേവി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവികയാണെങ്കിൽ നന്ദനിൽ നിന്നും ആ ഞെട്ടിക്കുന്ന സത്യങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ഋഷിയെ താനാണ് കൊന്നതെന്നും അത് സ്വന്തം കുടുംബത്തിന്റെ നല്ലതിനു വേണ്ടിയിട്ടാണ് ചെയ്തതെന്നും പക്ഷേ തനിക്ക് തീർത്തും ഒരു കയ്യബദ്ധം പറ്റിയതാണെന്നൊക്കെ പറഞ്ഞ് നന്ദനാണെങ്കിൽ ദേവിക്ക് മുന്നിലും സിദ്ധാർത്ഥിന് മുന്നിലും സത്യങ്ങൾ വെട്ടിത്തുറന്നു പറയുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ സിദ്ധാർത്ഥിനും ദേവിക്കും നന്ദനോട് ചെറിയൊരു സഹതാപമൊക്കെ തോന്നുന്നുണ്ട്. പിന്നെ ഇസബല്ലയും കെവിനും തന്റെ കൂടെ ഇങ്ങനെ ഡൗൺ ആയിരിക്കുന്ന സമയത്ത് കൂട്ടുനിന്ന വെറും സുഹൃത്തുക്കൾ മാത്രമാണെന്നും അല്ലാതെ ഇസബല്ലയുമായിട്ട് അതിര് കവിഞ്ഞ ഒരു ബന്ധവുമില്ലെന്നും ദേവികയെ ആദ്യ നാൾ കണ്ടപ്പോൾ ഉണ്ടായിരുന്ന അതേ കളങ്കമില്ലാത്ത സ്നേഹം തന്നെയാണ് ഇപ്പോഴും തന്റെ മനസ്സിലെന്നും തന്റെ മനസ്സൊരിക്കലും കളങ്കപ്പെട്ടിട്ടില്ല എന്നൊക്കെ തന്നെ നന്ദൻ ദേവികയോട് ആവർത്തിച്ച് പറയുന്നു. തെറ്റെന്തായാലും തെറ്റല്ലാതെ ആവില്ല. ഋഷിയെ കൊന്നത് വലിയൊരു തെറ്റ് തന്നെയാണ്. ഹരിതതി മേഡവും പോലീസും ഇപ്പോഴും ഋഷിക്ക് പുറകിലാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ കേസ് അങ്ങനെ കുഴിച്ചു മുടമെന്ന് കരുതണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നന്ദനെ വിട്ടിട്ട് ദേവിക അവിടെ നിന്നും പോകുന്നുണ്ട്. പിന്നീട് പ്രഭാവതിയാണെങ്കിൽ നന്ദനോട് പ്രത്യേകം പറയുന്നുണ്ട് ഇസബലയും കെവിനും ഇവരോട് സത്യങ്ങൾ പറഞ്ഞ കാര്യം അറിയണ്ട എന്ന്. അങ്ങനെ സിദ്ധാർത്ഥനാണെങ്കിൽ വിശ്വാസമാവാതെ നന്ദനോട് വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട്, എടാ മോനെ, നീ സത്യം പറയേ, നീയാണോ ഋഷിയെ കൊന്നത്? നീ തന്നെയാണോ അവനെ കൊന്ന് കുഴിച്ചു മൂടിയത്? നിനക്ക് ഉറപ്പുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതെ അച്ഛാ, ഞാൻ തന്നെയാണ് ആ ക്രൈം ചെയ്തത്. ഋഷിയെ ഞാൻ തന്നെയാണ് കൊന്നത്. ഒരു ആവേശത്തിന് പുറത്ത് ചെയ്തതാണ്. അമ്മയെ അപമാനിച്ചത് ചോദിക്കാൻ ചെന്നപ്പോ ഞങ്ങൾ തമ്മിൽ കയ്യാങ്കളി ഉണ്ടായി. അമ്മയെ അപമാനിച്ച ആർക്ക് അച്ഛാ സഹിക്കാൻ കഴിയുക? ഞാനത് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് നന്ദനാണെങ്കിൽ പൊട്ടിക്കരയുന്നു. കൊന്നു എന്ന് ആരെങ്കിലും നുണ പറയുമോ എന്നൊക്കെ നന്ദൻ വീണ്ടും ചോദിക്കുന്നു. എന്തായാലും ഇതൊക്കെ കേട്ട് സിദ്ധാർത്ഥനാകെ തകർന്നു പോവുകയാണ്. തന്റെ മകൻ ഇത്രയും വലിയ ഭാരം ചുമന്നുകൊണ്ട് നടക്കുകയാണെന്നുള്ള സത്യം അറിയുന്ന സിദ്ധാർത്ഥനും ആകെ വല്ലാതെയാവുന്നുണ്ട്. അങ്ങനെ ദേവിക തന്റെ അച്ഛനെ അപകടപ്പെടുത്തിയതിന് പകരം ചോദിക്കാനായിട്ട് ചന്ദ്രവത്ത് വീട്ടിലേക്ക് ചെന്ന കാര്യം കെവിൻ വഴി ഇസബല്ല അറിയുന്നു. അങ്ങനെയെങ്കിൽ ഉറപ്പായിട്ടും അവിടെ ഒരു വഴക്ക് നടന്നിട്ടുണ്ടാവും. ദേവികയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നമുക്ക് അവിടെ ചെന്ന് ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ കെവിനുമായിട്ട് ഇസബല്ലയാവട്ടെ ചന്ദ്രവത്ത് വീട്ടിലേക്ക് പുറപ്പെടുന്നുണ്ട്. എന്തായാലും ഇസബല്ലയും കെവിനും തിരിച്ചറിയുന്നില്ല എല്ലാവരും സത്യങ്ങൾ മനസ്സിലാക്കിയ കാര്യം. പിന്നീട് ചന്ദ്രമതി ആവട്ടെ ദേവികയെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് എത്തുകയാണ്. എന്നിട്ട് അച്ഛനെ കുറിച്ചൊക്കെ തന്നെ അന്വേഷിക്കുന്നുണ്ട്. നന്ദന് ഇങ്ങനെ ചെയ്യാൻ എങ്ങനെ തോന്നിയെന്നൊക്കെ ചന്ദ്രമതി ചോദിക്കുമ്പോൾ, ആര് തെറ്റ് ചെയ്താലും അവർ ശിക്ഷിക്കപ്പെടണം ആന്റി. ഞാൻ എന്തായാലും വെറുതെ വിടാനൊന്നും പോകുന്നില്ല. MLA ആണെങ്കിലും MLAയുടെ ഭർത്താവാണെങ്കിലും തെറ്റ് ചെയ്തവർ തന്നെയാണ്. അതിനുള്ള ശിക്ഷ വാങ്ങിക്കൊടുക്കുക തന്നെ ചെയ്യും. എൻ്റെ അച്ഛന്റെ കാര്യം വിട്, മറ്റു പല കാര്യങ്ങളും നന്ദൻ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. അതിനുള്ള തക്കതായിട്ടുള്ള ശിക്ഷ ഞാൻ വാങ്ങിക്കൊടുക്കുമെന്ന് ദേവികയാണെങ്കിൽ തറപ്പിച്ച് പറയുകയാണ്. എന്തായാലും അരുന്ധതിയോട് ദേവിക സത്യങ്ങളൊന്നും തുറന്നു പറയുന്നില്ല. അങ്ങനെ ദേവിയാണെങ്കിൽ നന്ദൻ ചെയ്ത തെറ്റിന് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ തന്നെ തീരുമാനിക്കുന്നു. അതും ഋഷി ജീവിച്ചിരിപ്പുണ്ട് എന്ന് അറിയാതെ. അങ്ങനെ നന്ദനാണെങ്കിൽ പ്രതീക്ഷിക്കുന്നുണ്ട് ദേവിക തന്നോടൊപ്പം നിൽക്കുമെന്ന്. പക്ഷെ നന്ദന്റെ പ്രതീക്ഷയ്ക്ക് അതീതമായി തന്നെയാണ് ദേവിക പ്രവർത്തിക്കുന്നത്. സത്യത്തിന്റെ പാതയിൽ മാത്രമേ ദേവിക സഞ്ചരിക്കുള്ളൂ എന്ന് സിദ്ധാർത്ഥനും നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ തന്റെ മകൻ ഈ കേസിൽ നിന്നും ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് സിദ്ധാർത്ഥനും പ്രഭാവതിയും തീർത്തും ഉറപ്പാക്കുകയാണ്. ഏതു വിധേനയും തന്റെ മകനെ രക്ഷിക്കണമെന്ന് പ്രഭാവതിയും തീരുമാനിക്കുന്നുണ്ട്. അപ്പോൾ കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡ്സിനായിട്ട്. ബൈ ബൈ.